താമരശ്ശേരി പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ എഗരൂൽ സ്വദേശി ഷിജുവിന്റെ മൃതദേഹം കണ്ടെത്തി. പൂനൂർ പാലത്തിന് താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് ഷിജുവിനെ കാണാതായത്. മേഘയുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. മേഘ, എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്? മറ്റു വിവരങ്ങൾ എന്താണ്? മൂന്നാം ദിവസത്തെ തിരച്ചിലിലാണ് ഷിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പൂനൂർ പാലത്തിന്റെ താഴെ ഭാഗത്ത് നിന്ന് മൃതദേഹം ലഭിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം 4 മണിയോടുകൂടിയാണ് ഷിജു വാർക്കപ്പണി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ഷിജു സുഹൃത്തുക്കളായ മറ്റ് തൊഴിലാളികൾക്കൊപ്പം ഈ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നത്. പൂനൂർ പുഴയുടെ കരയിലെത്തിയപ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ടയർ പഞ്ചറാവുകയായിരുന്നു. ഇതേ തുടർന്ന് ടയർ ശരിയാക്കിയതിനു ശേഷം ആണ് 3 ആളുകളും കൂടി ഈ പൂനൂർ പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നത്. ഇതിനിടയിലാണ് ഷിജു ശക്തമായ ഒഴുക്കിൽ പെട്ടത്. അതിന് പിന്നാലെ തന്നെ ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെയും വ്യാപകമായ തിരച്ചിൽ ഷിജുവിനായി നടത്തിയിരുന്നു. പക്ഷേ പൂനൂർ പുഴയിൽ വലിയ തരത്തിലുള്ള വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അടിയൊഴുക്കും വലിയ തരത്തിലുണ്ടായിരുന്നു. കാലാവസ്ഥ പല സമയങ്ങളിലായി മോശം കാലാവസ്ഥയും ഉണ്ടായി. ഇതൊക്കെ തന്നെയും തിരച്ചിലിന് പ്രതിസന്ധിയായി നിന്നു. ഏതായാലും ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോട് കൂടിയാണ് ഷിജുവിന്റെ മൃതദേഹം പൂനൂർ പാലത്തിന് സമീപത്ത് താഴെ ഭാഗത്ത് നിന്നായി കണ്ടെത്തിയിരിക്കുന്നത്. ശരി, വിവരങ്ങളാണ് മേഘ നൽകിയത്. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ മഴക്കാലത്ത് ജലാശയങ്ങളിൽ പോയി ഇറങ്ങരുതെന്ന്. പുഴയിലോ തോടുകളിലോ പോയി ഇറങ്ങരുത്. പുറം ഭാഗം ഒരുപക്ഷെ ശാന്തമായിരിക്കാം, പക്ഷേ വലിയ അടിയൊഴുക്കി പല പ്രദേശങ്ങളിലും ഉണ്ടാകാം. നമ്മൾ ഇറങ്ങിപ്പോയാൽ പെട്ടുപോവുകയുള്ളൂ. എത്രയോ തവണ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും, നമ്മൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഇത് മുന്നറിയിപ്പായി പറയാറുള്ളതാണ്. പക്ഷേ ആരും കേൾക്കില്ലതാ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. എത്ര സങ്കടകരമായ കാര്യമാണ്. നമുക്ക് ഈ മഴയൊക്കെ മാറിയതിനു ശേഷം ഈ പറയുന്ന പുഴയിലോ തോട്ടിലോ കുളത്തിലോ എവിടെ വേണമെങ്കിലും ഇറങ്ങാമല്ലോ. എന്തിനാണ് ഈ പെരുമഴക്കാലത്ത് ഈ പറയുന്ന വെള്ളച്ചാട്ടങ്ങളിലും ഈ പുഴയിലുമൊക്കെ പോയി ചാടുന്നത്? നമുക്ക് അറിയില്ല പുഴയുടെ അടിഭാഗം എങ്ങനെയാണെന്ന്. നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടിടുന്ന ഒരുപാട് അടിയൊഴുക്കുകളുള്ള ജലാശയങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് ഇനിയെങ്കിലും അപേക്ഷയായി തന്നെ കൂട്ടുക. ഇനിയെങ്കിലും ഈ പറയുന്ന തോടുകളിലോ പുഴകളിലോ പോയി ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഇതുപോലുള്ള ദുരന്ത വാർത്തകൾ കേട്ട് വല്ലാതെ മനസ്സ് മരവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.